ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വാക്കുകളെല്ലാം തെറ്റുന്നുണ്ടാവും, എല്ലാവർക്കും ക്ഷമിക്കണം. പുതുതായിട്ട് എടുക്കുന്ന വീഡിയോ അല്ലേ. പിന്നെ അപ്പോൾ എന്തില്ലെങ്കിൽ രാത്രി ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് നെയ്ച്ചോറ് വേണമെന്ന്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നെയ്ച്ചോറ് എന്ന് പറയൂ. നെയ്യിട്ടിട്ട് ചെറിയ അരിയിൽ വെക്കുന്നതില്ലേ, അതിന് നെയ്ച്ചോറ് എന്ന് പറയും. പൊതുവെ എല്ലായിടത്തും നെയ്ച്ചോറ് തന്നെയാണെന്ന് പറയല്ലേ. ഞങ്ങൾ സാധാരണ നെയ്ച്ചോറ്. അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ലത് നെയ്ച്ചോറ്. അപ്പോൾ രാത്രി ഞാൻ വൈകുന്നേരമാണ് വർക്കൗട്ടിന് പോയിനത്. വൈകുന്നേരം ഒരു 5:30 മണിക്ക് വർക്കൗട്ടിന് പോയി. 5:30, 6, 7:30 മണിയാകുമ്പോഴേക്ക് പെരയിലെത്തിയിട്ട് പിന്നെ നിസ്കരിച്ചിട്ടായിട്ട് പിന്നെ പിള്ളേർക്കെല്ലാം ചായ എല്ലാം കൊടുത്ത് സ്കൂളിൽ കഴിഞ്ഞിട്ടെല്ലാം വന്നിട്ടെല്ലാം ഉണ്ടായല്ലേ. അപ്പോൾ ചെറുതിന് ഞാൻ പിന്നെ ജിമ്മിന് പോകുമ്പം സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് ഞാൻ പോകും. അസറ് നിസ്കരിച്ചിട്ടായിട്ടാണ് ഞാൻ വർക്കൗട്ടിന് പോകൽ. അങ്ങനെ അവന് മുമ്പേ ഞാൻ ചായ എല്ലാം കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ വന്നിട്ട് ഞാൻ വേണ്ടവർക്ക് ചായ വെച്ചിട്ട് കൊടുത്ത് വേണ്ടവർ ചായ കുടിച്ചു. പിന്നെ കുറേ എന്തെങ്കിലും ടി വി നോക്കാനും അതെല്ലാം ഉണ്ടായിന്. ടി വി എല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. പിന്നെ വലിയ മോന് പറഞ്ഞു അവനക്ക് വേണ്ട ഫുഡ് വേണ്ട, അവന് പുറത്തുനിന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മൂന്നാക്കല്ല, പിന്നെ ഞങ്ങൾക്ക് രാത്രി ഭക്ഷണം അങ്ങനെ വേണ്ട. ഞാൻ രാത്രി ജസ്റ്റ് എന്തെങ്കിലും 2 മുട്ട അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നിൽക്കും. പിന്നെ പൊതുവേ ഭക്ഷണം ഞാൻ രാത്രി അങ്ങനെ കഴിക്കല്ല. അപ്പോൾ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിന്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുറച്ച് അതിനൊരു വെള്ളം പോലെ ആക്കി. അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഞാൻ അരി വെച്ചിട്ട് പിള്ളേർക്കും പിന്നെ ഹസ്ബൻഡിനും എല്ലാം കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ടെല്ലാം ഞാൻ നിങ്ങളെ മുന്നിലെത്തും. ഇത് ഞാൻ പുതുതായിട്ട് എടുക്കുന്നതല്ലേ. അപ്പോൾ കുറച്ച് തകരാറും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാവും, സംസാരത്തിനെല്ലാം അങ്ങനെ കുറച്ച് അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ നൈറ്റ് മുതൽ രാവിലെ ആയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ നോക്കുമ്പോൾ എന്തില്ലെങ്കിൽ ഭയങ്കര മഴ, പുറത്ത് നല്ല മഴയിൽ ശബ്ദമൊന്നുമില്ല, എന്ത് കേൾക്കുന്നൊന്നുമില്ല. നമുക്ക് മൈക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ഒന്നല്ല എന്ത് കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം സൗണ്ടെല്ലാം കുറച്ച് ഇതായിട്ട് ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഫസ്റ്റായിട്ട് ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെ അങ്ങനെ ചോറിൻ്റെ പണിക്ക് കഴിഞ്ഞ് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ചോറ്റിലേക്ക് നെയ്യിട്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നെയ്യിട്ടിട്ട് നീ വെക്കുമെന്ന് പറഞ്ഞില്ല. എനിക്ക് നെയ്യോട് അങ്ങനെ താല്പര്യം ഉണ്ടാക്കില്ല. അപ്പോൾ ഞാനിതാ നല്ല 2-3 സ്പൂണ് നെയ്യിൽ തന്നെ നെയ്ച്ചോറ് വെച്ച്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ അത് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ചോറ് വെക്കൽ നമ്മൾ നെയ്ച്ചോറിന് എന്തെല്ലാം മസാല അങ്ങനെ എന്തെല്ലാം ഇടും, മസാലക്കൂട്ടൽ ഇങ്ങനെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ എന്തെല്ലാം ഇടും, ജാതിക്ക അങ്ങനത്തെ എല്ലാം ഇടലുണ്ടാകും. പക്ഷേ എനിക്കതിൻ്റെ ഒന്നും സ്മെല്ല് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്താക്കും, വെറും നീരുള്ളി മാത്രമല്ല, നമ്മൾ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയിട്ടായിട്ട് വെള്ളം കൂട്ടും, പിന്നെ ഉപ്പ് ഇട്ടതായിട്ട്. അപ്പം നെയ്യിൽ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാകുമ്പോഴേക്കില്ല, നല്ല അരി കിട്ടുമ്പോഴേക്കില്ല നമുക്കൊന്നും ഇടണമെന്നൊന്നുമില്ല. അത് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടത് വേവിച്ചാൽ മതി. അങ്ങനെ ഞാനില്ലേ 1 ഗ്ലാസ്സും 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരുന്നത്. പിന്നെ 1 ഗ്ലാസ് അരിയും പിന്നെ 1/2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. എന്തില്ലെങ്കിൽ കുറേ ചോറായെങ്കിലേ ഇവിടെ ആരും വയ്ക്കുന്നൊന്നുമില്ല. ഇങ്ങനെ വെറുതെ വെച്ചിട്ട് പിന്നെ നോച്ചാൽ വെക്കുന്നില്ല, അങ്ങനെ ചോറുണ്ടാവും. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം അതിലേക്ക് കൂട്ടി കൊടുത്ത്, പിന്നെ അതിലേക്കില്ലേ 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കൊടുത്ത്. ഉപ്പ് ഞാൻ ഇങ്ങനെ എൻ്റെ കൈക്കണക്കാണ്, കൈക്കണക്കിലിടും. ഞാൻ ഉപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് വെള്ളത്തിലിങ്ങനെ ഞാൻ ഇതാക്കിയിട്ടൊന്നും നോക്കാമല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉപ്പ് ഇടുമ്പോൾ തന്നെയല്ല എനിക്ക് മനസ്സിലാവും ഇതിലേക്ക് തേഞ്ഞിന് ഉപ്പ് എന്നുള്ളത്. അങ്ങനെ വെള്ളമെല്ലാം തിളച്ച് നല്ലതുപോലെ വെള്ളം തിളക്കണം. നല്ലതുപോലെ വെള്ളം തിളച്ചില്ലെങ്കിലേ നമ്മൾ അരിയില്ലേ നമ്മളെ ഇതായിട്ട് പോവും, എന്തില്ലെങ്കിൽ ഒരു അരി വേകാത്ത പോലെ അങ്ങനെ ആയിട്ട് പോവും. അപ്പോൾ നല്ലതുപോലെ വെള്ളം തിളച്ചിട്ടായിട്ട് ഞാൻ പിന്നെ അരിയിട്ട്. അപ്പോൾ ഞാൻ അരി ഇടുന്നതിന് മുന്നേ വിചാരിച്ച് ഞാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയിനിപ്പാ, എന്താക്കൂ. പിന്നെ ചോറ് ഇതെങ്കിൽ 1 ഗ്ലാസ്സെങ്കിലും ഇല്ലേ ചോറ്, 1.5 ഗ്ലാസ് അരിയെങ്കിലും ഇല്ലേ ഇത് നല്ലതുപോലെ പിന്നെ നിറച്ച് തിളച്ച് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ഞാനൊന്ന് പേടിച്ചുകൊണ്ടേനെ ഞാൻ എന്താക്കി വലിയ പാത്രത്തിലേക്ക് അത് തിളച്ച ശേഷം ഞാനത് മാറ്റിയിട്ട് കൊടുത്ത്.
പിന്നെ നെയ്ച്ചോറിനും പിന്നെ ബിരിയാണിക്കും അല്ലെങ്കിൽ കാസർഗോട്ടുകാർക്കില്ല ഇത് കച്ചമ്പറ് മസ്റ്റ്. കച്ചമ്പറ് എന്ന് പറയും ഞങ്ങൾ. ഞങ്ങൾ കച്ചമ്പറ് എന്ന് പറയും. തേരിലുണ്ടാക്കുന്നതിന് കച്ചമ്പറ്, നീരുള്ളിയിൽ പിന്നെ തക്കാളി അങ്ങനെ ഇടുന്നതിനും കച്ചമ്പറ് എന്ന് പറയും. പിന്നെ അങ്ങനെ പറയും. പിന്നെ സലാഡിൻ്റെ പിന്നെ നമ്മൾ ഇങ്ങനെ സലാഡ് ഇങ്ങനെ മുറിക്കുന്നില്ലേ, അങ്ങനെ മുറിക്കുന്ന ഒരു സലാഡ് എന്ന് തന്നെ പറയും. മറ്റേ ചില ഇപ്പോൾ ചെറിയ ചെറിയ സ്ലൈസായിട്ട് മുറുക്കിയിട്ട് വെച്ചെങ്കിൽ അത് കച്ചമ്പറായി, എല്ലാം കച്ചമ്പറ് പറയും. തേരിട്ടൻ കച്ചമ്പറ് അങ്ങനെ. അപ്പോൾ അത് നിർബന്ധം. അതെങ്ങനെ ചോറ് ഇപ്പം നമ്മൾ മീൻ കറിയും ചോറ് വെക്കുന്നെങ്കിൽ കച്ചമ്പറ് വേണം. പിന്നെ ബിരിയാണി വെക്കുന്നെങ്കിൽ കച്ചമ്പറ് വേണം. നെയ്ച്ചോറ് വെക്കുന്നെങ്കിൽ കച്ചമ്പറ് വേണം. കച്ചമ്പറില്ലാത്ത ഒരു കളിയുമില്ല എൻ്റെ പെരയിൽ. അപ്പോൾ അതെങ്ങനെ മസ്റ്റാണ് ആ കച്ചമ്പറ്. അപ്പോൾ അതും ഞാൻ തിരക്കിലാക്കി. ഇതും കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ മക്കളെ പഠിപ്പിക്കാനുണ്ട്. സമയം 8-8:30 മണിയായി. മക്കളെ പഠിപ്പിക്കണം. പിന്നെ നാളെ മോനിക്ക് സ്കൂളിലേക്ക് മറ്റേ റെഡ് ആപ്പിൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം ഉണ്ട്. ചെറിയ ചട്ടിന്നില്ലേ, വലിയ ചട്ടിയിലേക്കാക്കി ചോറ് എന്തെങ്കിലെങ്കിലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചട്ടിയിലല്ല, നിറച്ച് ഇതുപോലെ ഞങ്ങൾക്ക് കണ്ട് വെള്ളം കണ്ട്. അപ്പോൾ ചോറ് വെന്തിട്ട് വരുമ്പോഴേക്കില്ല അത് മീത്തെ കയറ്റും. പിന്നെ അത് നല്ല ഉള്ളൊന്നും വേല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് വലിയ ചട്ടി തന്നെ എടുത്ത്. അപ്പോഴത്തേക്ക് നല്ലൊരു മാങ്ങ ഉണ്ടായിരുന്നു. നല്ല കസി മാങ്ങ എന്ന് പറയും നമ്മുടെ. കസി മാങ്ങ നല്ല പുത്ത മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങാവും ഞാൻ മുറിച്ച് വെച്ച് ചോറ്റിന്. അങ്ങനെ ചോറെല്ലാം ആയി. ഹസ്ബൻഡിന് വിളമ്പിട്ട് കുറച്ച് കച്ചമ്പറും മാങ്ങാവും പിന്നെ കോഴിക്കറിയും. ഇത് ഹസ്ബൻഡ് വേവിച്ചിട്ട് പോയിട്ട് കിടന്ന്. ഇനി രാത്രിയത്തതാ കലാപരിപാടി. സ്കൂളിലേക്ക് ഉണ്ട്, ചിത്രം വരച്ചിട്ട് കൊടുക്കണം. നാളെ ആപ്പിൾ ഡേ ആയതുകൊണ്ട് പിന്നെ റെഡ് കളറുള്ള ആപ്പിൾ വരയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കാണ് സംഭവം മനസ്സിലായത്. ഇത് ആപ്പിൾ വരയ്ക്കാനിരിക്കുമ്പോൾ ജോൻ്റെ കളർ പെൻസിലെല്ലാം തീർന്നു. ഈ രാത്രി 9:30-10 മണിക്ക് ആര് പിന്നെ പീടികയ്ക്ക് പോകാൻ. അപ്പോൾ പിന്നെ എൻ്റെ പെൻസിൽ ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എങ്ങനെയെല്ലാം ആക്കിയിട്ട് കളർ ആപ്പിളാക്കിയിട്ട് കൊടുത്ത്. എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് എത്തണ്ടേ. അങ്ങനെ പിറ്റത്തെ രാവിലത്തെ കാഴ്ചയാണ് ഇത് കാണുന്നത്. അപ്പോൾ രാവിലെ എണിച്ചിട്ട് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് പിള്ളേർക്ക് മുട്ടക്കറി മതി എന്നങ്ങനെ പറഞ്ഞിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ മുട്ട പിന്നെ നീരുള്ളി കായ്ക്കാൻ വെച്ച്. അപ്പോഴേക്ക് നല്ല മഴ, പുറത്ത് നല്ല മഴ, എന്നിൽ കാറ്റും മഴ. എന്ത് സംസാരിക്കാണ്ട് ഗ്യാരണ്ടി ഇല്ല, കരണ്ട് പോയി. പിന്നെ അങ്ങനെ ആയിട്ട് പല പല പ്രശ്നത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല മഴ. അപ്പോൾ ഞാനൊരു 2-3 മുട്ടൻ്റെ ചിക്കൻ മുട്ട പോലത്തെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. മുട്ട റോസ്റ്റിനല്ലേ പിന്നെ ഇത് ചിക്കൻ മസാല ഇട്ടെങ്കിലല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ചിക്കൻ മസാല, ഉപ്പിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുകൂടാ. നീരുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ മസാലപ്പൊടി. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതുപോലെ ആക്കിയാൽ മതി, ചിക്കി കൊടുത്തെങ്കിൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് അതിനുണ്ടത്. പിന്നെ വേറെ എന്തും വേണ്ട, വേറെ എന്ത് കറിയൊന്നും നമുക്ക് വേണ്ട അതിലേക്ക്. അത് മാത്രം മതി ജസ്റ്റ്. പിന്നെ അത് ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, അങ്ങനെ എന്തെല്ലാം അതിൻ്റെയൊക്കെ നമുക്കത് കഴിക്കാം. ഞാൻ ഏകദേശം രാവിലെ എളുപ്പമായി പിള്ളേർക്ക് പിന്നെ ടിഫിനിലേക്ക് അത് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും. ഹെവി കറി കൊടുക്കുന്നതായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ രാവിലെ നല്ല ഇത് ദോശയും ചുട്ട്, ചെറിയൊരു ദോശയിൽ അതിൻ്റെ ദോശ കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചാൽ അലാത്ത് തിന്നല്ല, എനിക്ക് ജസ്റ്റ് 2 മുട്ട മാത്രം ഞാൻ അങ്ങനെ തിന്നും. അപ്പോൾ ഹസ്ബൻഡില്ലേ രാവിലെ ഫുഡാക്കിയിട്ട് പോകും. രാവിലെ ഒരേക്ക് ഫുഡാക്കാൻ നിൽക്കും. അവിടെ പണിക്കാറുണ്ടല്ലോ പേരൻ്റെ അടുത്ത്. അപ്പോൾ തിരക്കിലെ രാവിലെ ഫുഡാക്കിയിട്ട് ഇത് കഴിച്ചിട്ട് പോകും. അപ്പോൾ മോൻ്റെ ടിഫിനിലേക്ക് 2 ദോശ ഇട്ട് കൊടുത്ത്, കുറച്ച് മുട്ടക്കറിയും ഇട്ട് കൊടുത്ത്. പിന്നെ സ്നാക്സിന് ഞാൻ ഇന്ന് ആപ്പിൾ കൊടുത്തത്, അവർക്ക് ആപ്പിൾ ഡേ ആയതുകൊണ്ട് ഇന്ന് ആപ്പിൾ കൊടുത്ത്. അപ്പോൾ എൻ്റെ രാവിലത്തെ തിരക്ക് പിടിച്ച, എപ്പം തിരക്ക് തന്നെ രാവിലെ.
എല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം സ്കൂളിലെല്ലാം പോയിട്ട് പിന്നെ ഞാൻ ഉള്ളി അടിച്ച് ജസ്റ്റ് കോരാന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഇത് കാട്ടവും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മഴ പെയ്തതിൻ്റെ വെള്ളം മാത്രമേ ഉണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റിൽ കൂടി ഞാൻ ഏത് വീഡിയോ വേണമെങ്കിൽ ഇട്ട് തരും. പിന്നെ നിങ്ങൾ കമൻറ്റ് അറിയിച്ചാൽ മതി, കമൻറ്റിൽ കൂടി അറിയിച്ചാൽ മതി. കുക്കിംഗ് വീഡിയോ, വാചകം വീഡിയോ, ഏത് വീഡിയോ വേണമെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം, ഇല്ലെങ്കിൽ ഒരു ഹാർട്ടും കൂടി ഇടണം. ഇപ്പോൾ പുതുതായി തുടങ്ങിയതല്ലേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എൻ്റെ കിച്ചൻ്റെ പണിയും എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡി. 11 മണിയാകുമ്പോൾ എൻ്റെ ഫുള്ള് പണിയെല്ലാം ഫിനിഷ് ആവും. പിന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് എഡിറ്റെല്ലാം ആക്കിയിട്ട് നിൽക്കും. പിന്നെ ഒരു പിള്ളേരെല്ലാം സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഞാൻ വർക്കൗട്ടിന് പോകും, ചായയെല്ലാം കുടിച്ച് നിസ്കരിച്ചിട്ട് അങ്ങനെ എല്ലാം ആയിട്ട്. ഇനി ഇതിപ്പോൾ ചോറിൻ്റെ പണി അങ്ങനത്തെ പണിക്കെല്ലാം പോകണം. അങ്ങനെയെല്ലാം ആയിട്ട് ഉള്ളൊരു ഡേ ആണ്, രാത്രി മുതൽ രാവിലെ വരെയുള്ള ഡേ.